ശ്രീമഹാഭാഗവതം ദ്വിതീയസ്കന്ധം ഒന്നാമധ്യായം സമാരംഭം. ഈശമനന ധാരണ ധ്യാനങ്ങൾ. ശ്രീശുകൻ പറഞ്ഞു, പെരികേ ശ്ലാഘനീയമത്രേ ഈ ഭവത്പ്രശ്നം. പരവസ്തുവെ കുറിച്ചാകയാൽ വിശേഷിച്ചും ശ്രോതവ്യാദിയിൽ ശ്രേഷ്ഠം ലോകത്തിൻ ഹിതം ബ്രഹ്മവേദികൾക്കശേഷവും സമ്മതവും താൻ നൃപ. ആയിരക്കണക്കിനുണ്ടാത്മതത്വാനഭിജ്ഞരായിടും ഗൃഹസ്ഥന്മാരറിഞ്ഞിരിക്കേണ്ടവ. രാവിലൊക്കെയും നിദ്രമൂലമോ നാരീജന സേവനം കൊണ്ടോ പകൽ ധനചിന്തനത്താലോ ആലയകാര്യഭാരം മൂലമോ തദീയായുഷ്കാലം പാഴിലായി പോകുന്നു. ഭുഗാമുഖാം സന്താനധാര ശരീരാദിയാം സ്വസൈന്യത്തിനന്തത്തെ പ്രമത്തന്മാർക്കാണെങ്കിലും കാണുന്നില്ല. അതിനാൽ ഐശ്വര്യസമ്പൂർണനായി സർവാത്മാവാം ദ്വിജപ്രമാധിതൻ കഥകൾ കീർത്തിക്കയും നിഭൃതം ശ്രവിക്കയും സംസ്കരിക്കയുമത്രേ അഭയമാശിച്ചിടും മനുജൻ തന്റെ കൃത്യം. സ്വധർമ്മനിഷ്ഠ യോഗം സാഖ്യം എന്നിവ വിഷ്ണുസ്മൃതിക്ക് അന്ത്യത്തിങ്കലുപകരിക്കുമെന്നേ ഉള്ളൂ. വിധിയും നിഷേധവും വിട്ടു നിർഗുണ ബ്രഹ്മസ്ഥിതി കൈവന്ന മഹർഷീശ്വരർ മിക്കവാറും ധനുജ വിദ്വേഷ്യാം വിഷ്ടരശ്രവസിന്റെ ഗുണകീർത്തനത്തിങ്കൽ അന്വഹം രമിക്കുന്നു. ആഗമസമാനമായി അത്യന്തം ശ്രേഷ്ഠമാമി ഭാഗവതം പുരാണം ദ്വാപരയുഗാന്തത്തിൽ എന്നുടെ പിതാവാകും ബാദരായണ മുനി തന്നോടു നേരാം വണ്ണം ശ്രദ്ധയോടഭ്യസിച്ചേൻ. നിർഗുണ ബ്രഹ്മനിഷ്ഠമാകിലും എൻ മാനസം സദ്ഗുണരാശേ കൃഷ്ണലീലയാലാകൃഷ്ടമായി തത്കഥയുൾക്കൊള്ളും ഇപ്പുരാണതല്ലജത്തെ നിഷ്കർഷയോടു തന്നെ പഠിച്ചുകൊണ്ടിടിനേൻ. ഭക്താഗ്രൻ ഭവാനോടായി ആയതു ഞാൻ ചൊല്ലാം. അതിൽ ശ്രദ്ധിപ്പോർക്കുടൻ തന്നെ ഈശനിൽ മതിയുണ്ടാം. വിരക്തന്മാർക്കും ഇച്ഛയുള്ളോർക്കും യോഗികൾക്കും തരസാ ഭയം തീർത്തു കാമിതമേതുമേകാൻ ഹരികീർത്തനത്തെപ്പോൽ ശക്തമായി മറ്റൊന്നില്ലെന്ന് അറിവുള്ളവരെല്ലാം സമ്മതിച്ചിരിക്കുന്നു. പ്രമത്തനായോൻ ആയുസെത്രയെന്നറിയാതിക്ഷമയിൽ ദീർഘകാലമിരുന്നാൽ ഫലമെന്തേ? നിമിഷമല്ലാതില്ല ജീവിതമെന്നറിഞ്ഞാൽ ശ്രമിക്കാം അവനത്തെല്ലിട തൻ ശ്രേയസ്സിനായി. ഖഡ്വാങ്കൻ എന്നു പേരാം രാജർഷി അല്പം മുമ്പേ തിട്ടമായി ആയുഷ്കാലമറിഞ്ഞു മുഹൂർത്തത്താൽ പെട്ടെന്നു സർവം ത്യജിച്ച് അഭയസ്ഥാനമാമുത്കൃഷ്ട ഇഷ്ടബാധീശപദത്തെ പ്രാപിച്ചിതോ. 7 നാള് ആയുസങ്ങേക്കിനിയുമുണ്ടല്ലോ
ഈ ഊഴമ പരലോക ശ്രേയസ്സിനുദ്യമിക്കൂ. മൃതിയോടടുത്തവൻ സ്വകളേബരത്തിലും സുതധാരാദിയോടുമിയലും സ്നേഹബന്ധം ഒന്നാമതായിട്ടുടൻ അസംഗായുധം കൊണ്ടു നന്നായി ഛേദിക്കണം നിർഭയം. കൗരവേന്ദ്ര വീടുവിട്ടിറങ്ങിപ്പോയി പുണ്യതീർത്ഥങ്ങളെല്ലാം ആടിയിട്ട് അതിശുദ്ധ വിജനപ്രദേശത്തിൽ ചാരുവായി വിധിക്കൊത്തു കൽപ്പിച്ചൊരാസനത്തിൽ ധീരനായിരുന്ന അങ്ങു മനനം ചെയ്തിടണം. പരിശുദ്ധമായി മാത്രമൂന്നേലുമോ എന്നുള്ള വരിഷ്ഠമന്ത്രാക്ഷരം ശീലിക്ക മാനസത്താൽ ബ്രഹ്മബീജത്തിൻ സ്മൃതിയോടുതൻ ശ്വാസം വെന്നു തൻ മനസ്സിനെ ക്രമാൽ അടക്കിയിടുക വേണം. സ്വന്ത ബുദ്ധിയെ പിന്നെ സാരഥിയാക്കി ഹൃത്താൽ ഇന്ദ്രിയങ്ങളെ വീണ്ടു വിഷയങ്ങളിൽ നിന്ന് ശുദ്ധവസ്തുവിൽ താൻ അബുദ്ധിയെ നിലനിർത്തി കൃത്യചാഞ്ചല്യമന്യേ വസിച്ചിടുക വേണം. അച്യുതാവയവങ്ങൾ ഓരോന്നും പ്രത്യേകമായി നിശ്ചലതീയാൽ പിന്നെ ധ്യാനിച്ചുറപ്പിക്കണം. അതിനാൽ മനസ്സു നിർവിഷയമായ ആനന്ദാകൃതിയായി മാറും. അപ്പോൾ ധ്യാനിക്കാതിരിക്കണം. മനസ്സുപാരം പ്രസാദിക്കുന്നതെവിടെയാം നിനക്കിൽ അതുതന്നെ വിഷ്ണുവിൻ പരംപദം. ഈടഴും രജസ്തമോ ഗുണങ്ങൾ ചലിപ്പിക്കും മൂഢമാം ചേതസ്സിനെ ധീരനായിടും പുമാൻ ധാരണ കൊണ്ടു ജയിച്ചിടണം. അവ മൂലം ചേരുന്ന ദോഷമെല്ലാം എപ്പോഴേ നശിച്ചു പോം. ശരിയാം ധാരണയാൽ സുഖരൂപമായിട്ടും ഒരു നല്ലവലംബം കാണുന്ന യോഗിക്കുക ഭക്തിലക്ഷണത്തോടുകൂടിയതായ യോഗം കൈക്കലായിടും ശീഘ്രം ഇല്ല സംശയം. നൃപ രാജാവ് പറഞ്ഞു, എങ്ങനെ ഏതിൽ ഏതുവിധ ധാരണയാർന്നാൽ ഇങ്ങോ മർത്യനു മനോമാലിന്യമവിളംബം അസ്ത്രപ്രായമായിടുമെന്നതിൽ സൽസമ്മതം സിദ്ധിച്ച മാർഗം അതു ചൊന്നാലും ബ്രഹ്മവിദ്യ. ശ്രീശുകൻ പറഞ്ഞു, ആസനമിന്ദ്രിയൗഘം ശ്വാസമെന്നിവാവെന്നു ഭാസുരകീർത്തേ സംഗമെന്നിയേ ഭഗവാന്റെ സ്ഥൂലമായിടും വിരാട് രൂപത്തെ ബുദ്ധിയൊത്തു ചലവേ മാനസവും നിർത്തി ധ്യാനിക്കണം. ഈശന്റെ വിശിഷ്ടമായിടും ഈ രൂപം ധരാധീശ്വര സ്ഥൂലങ്ങളിൽ വച്ച് ഏറ്റം സ്ഥൂലമല്ലോ. മൂന്നു കാലത്തുമുള്ള കാര്യരൂപമാമിതിൽ ചേർന്നു കാണപ്പെടുന്നു ലോകങ്ങൾ 14. ആവരണങ്ങളേഴൊത്ത് അണ്ടകോശാഭിജ്ഞയിലേവരും കീർത്തിക്കും ഈ ഭഗവത് സ്വരൂപത്തെ. ധാരണ ചെയ്യുന്നവർക്ക് അവലംബനമായി വൈരാജനെന്നു പേരാം പുരുഷൻ വിളങ്ങുന്നു. ഇവന്റെ പാദമൂലം പാതാളം പാർത്തു കണ്ടാൽ നൃവരാ പ്രപദവും പാർഷ്ണിയും രസാതലം വിശ്വകൃത്താം ഇവന്റെ ഗുൽഭങ്ങൾ മഹാതലം വിശ്വസിക്കുന്നു. ജംഘയത്തലാതലമെന്നും സുതലം ജാനുദ്വയം ജഘനം ഭൂമിയെന്നും അതല വിതലങ്ങൾ ഊരുക്കളെന്നും പിന്നെ ആകാശം നാഭീസരസെന്നു ഉദ്ഘോഷിക്കൂ നീ. ലോകത്തിൽ അറിവേറും മനുഷ്യർ
മഹീപദേ. വക്ഷസാണിന്ദ്രലോകം കഴുത്തുമഹർലോകം സൂക്ഷ്മമാഭൃത്തെ പുനരാനനം ജനർലോകം ലലാടം തപോലോകം. ഈ ശീർഷ സഹസ്രന്റെ തലകൾ സത്യലോകമെന്നും പ്രകീർത്തിക്കുന്നു. പാണികൾ ഇന്ദ്രാദികൾ കർണങ്ങൾ ദിക്കുകളുമാണ്. തച്ഛോദ്രേന്ദ്രിയം ശബ്ദവും ശുഭകീർത്തെ ഗന്ധം താൻ ഘ്രാണേന്ദ്രിയം ദീപ്താഗ്നിമുഖം. നാസാരന്ധ്രങ്ങൾ രണ്ടുമത്രേ അശ്വനീ ദേവദ്വയം. കണ്ണാണു സൂര്യൻ നേത്രഗോളങ്ങൾ അന്തരീക്ഷം എണ്ണിടാം കൺപോളകൾ പകലും മല്ലുമെന്നായി പുരികം ബ്രഹ്മലോകം. അണ്ണാക്കു തണ്ണീരും ഈ പുരുഷൻ തന്റെ ജിഹ്വ രസമെന്നതുമോർക്ക. വേദങ്ങൾ ശിരസ്സുകൾ ദംഷ്ട്രയന്തകൻ ദന്തവ്രാതമോ സ്ത്രീത സ്പീത സ്നേഹകലകൾ തന്നെയല്ലോ. പുഞ്ചിരി ജനങ്ങളെ മയക്കും മായ തന്നെ അഞ്ചിത കടാക്ഷമാണ്. അനന്തമാകും സൃഷ്ടി അധരം ലോഭം മുകൾ ചുണ്ടുതാൻ നാണം പുനര് അധർമ്മം പൃഷ്ഠം ധർമ്മം സ്നാനവുമെന്നോ ഹരേ ധർമ്മം സ്തനവുമെന്നോർക്കുക. ബ്രഹ്മാവു ഗുഹ്യം മിത്രാവരുണർ വൃഷണങ്ങളും ബുധി കുക്ഷി ഗിരി നിജയമസ്തിക്കൂട്ടം. നാഡികൾ നദീഗണം രോമങ്ങൾ പാദപങ്ങൾ ഇടാളും വായുവത്രേ ശ്വാസോച്ഛ്വാസങ്ങൾ ഭൂപാ. കാലത്തിൻ ഗതിയത്രേ വയസ്സ് ഭഗവാന്റെ ലീലകൾ പാർക്കിൽ ഗുണപ്രവാഹം തന്നെയല്ലോ. കേശങ്ങൾ അമ്പുതങ്ങൾ അമ്പരം സന്ധ്യ പിന്നെ ഈശ്വര ഹൃദയം താൻ അവ്യക്തം മുഖ്യതത്വം. വികാരങ്ങൾക്ക് ശേഷം നിധാനമെന്നായി ലോകം പുകഴ്ത്തും നിശാകരൻ മാനസമെന്നും ചൊല്ലൂ. ചിത്തമാമഹത്വം തന്നെയാണ് അഹങ്കാരം. രുദ്രനാണ് അശ്വതരിയൊട്ടകം ഗജമശ്വം എന്നീ മൃഗങ്ങളെല്ലാം നഖങ്ങളത്രേ. പശുവൃന്ദങ്ങൾ അരക്കെട്ടിൻ മുൻപിൻ വശങ്ങളല്ലോ. പതംഗവർഗം ചിത്രശില്പവിദ്യകൾ ആദ്യൻ പ്രതിതൻ മനോബുദ്ധി മനുഷ്യൻ വാസഗേഹം. ഗന്ധർവാദികളെല്ലാം സപ്തസ്വരങ്ങൾ ദൈത്യ സൈന്യ വീര്യോഭേദനാം. പ്രഹ്ലാദൻ സ്മൃതിയത്രേ. ബ്രാഹ്മണൻ മുഖം ഭുജം ക്ഷത്രിയൻ വൈശ്യനൂരു സന്മതേ. ശൂദ്രൻ പാദതലവും തന്നെയല്ലോ. വിവിധ ദ്രവ്യമൊത്തു വസുരുദ്രാദ്യർ ചേർന്നു വിവിധാഖ്യയിൽ ചെയ്യും യാഗങ്ങൾ കർമ്മങ്ങളാം. ഈശ്വര ശരീരത്തിൻ വിവരമിത്രത്തോളം ശാശ്വത കീർത്തേ ഭവാനോടു ഞാൻ കഥിച്ചിതു. ഇതിൽ നിന്ന് അന്യമായിട്ട് ഇല്ലൊന്നുമെങ്ങും തന്നെ അതിസ്ഥൂലമാം ഇതിലുറപ്പിക്കണം ചിത്തം. തീവൃത്തി മൂലം ആർക്കും അനുഭവത്തിൽപ്പെടും സർവവും ഏകനാമി ആത്മാവു തന്നെയല്ലോ. നാനാത്വം സ്വപ്നതുല്യം കൽപ്പിതമെന്നാകയാൽ ആനന്ദനിധാനനാം ഇവനെ ഭജിക്കണം. അന്യമായതിൽ മനം വയ്ക്കുവോൻ അധോഗതി തന്നെയാം സംസാരത്തിൽ കിടന്നു കേഴാം എന്നും. ഹരേ
ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ